ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു 36 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു ബ്ലൗസിൻ്റെ ക്രോസ് കട്ടിംഗ് ബ്ലൗസിൻ്റെ കട്ടിംഗാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ തുണിയെ കണ്ടോ, ഇതുപോലെ നേരെ പകുതിയായി, നമ്മുടെ ലൈനിങ് പീസാണിത്, നേരെ പകുതിയായി മടക്കി വെക്കുന്നു. എന്നിട്ട് നമ്മൾ താവിൽ നേരെ ഒരു ലൈൻ കൊടുക്കുകയാണ്. ഈ നമ്മുടെ തുണിയുടെ താവിലുള്ള ക്രോസൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ലൈന് വരഞ്ഞ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇത് നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് 14.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 15.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. കണ്ടോ, 15.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ബാക്ക് പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ കഴുത്തകലം നമ്മൾ മാർക്ക് ചെയ്യുന്നത് 2.5 ഇഞ്ചാണ്. ഇവിടെയും നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ മാർക്കുകളെ ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരയുക. ബാക്ക് കഴുത്താണ്. ഇനി അതിനുശേഷം നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. ടോട്ടൽ 5.5 ഇഞ്ച്. 3 ഇഞ്ച് ഷോൾഡർ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നു. 5.5 ഇഞ്ച് കണ്ടോ, 5.5 ഇഞ്ച് തന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഈ ഒരു മാർക്കിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് കണ്ടെത്തുന്നത്. നമ്മൾ ആളുടെ ബോഡിയിൽ നിന്ന് എടുത്ത അളവാണ് 36 ഇഞ്ചാണ്. അതിനോട് നമ്മൾ 4 ഇഞ്ച് കൂട്ടുക, നമുക്ക് 40.5 ഇഞ്ച് കിട്ടും. 40യുടെ 4-1 10 പോയിന്റും വെക്കുക. 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ ഇടുപ്പളവ് 33ആണ്. അതിൻ്റെ 4-1 8.25 പ്ലസ് ഒരു 3/4 ഇഞ്ച് ബാക്ക് ഡാർട്സ് അടിക്കാനുണ്ട്. അങ്ങനെ 9ഉം ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണിയും മാർക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇതുപോലെ ഈ ഒരു കോണിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ ഈ ഒരു ഇറക്കം കൊടുത്തിട്ടുണ്ടോ 5.5 ഇഞ്ച്, അതിൻ്റെ നേർപകുതി 2.25 ഒരു മാർക്ക് കൊടുത്ത് ഇതുപോലെ വരിക. ഇതുപോലെ വരുന്നു. ഇവിടെ നിന്നൊരു 1/4 ഇഞ്ച് ഇറക്കി ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇത് നമ്മുടെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാണ്. അതിനുവേണ്ടി ആദ്യം ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്ന തുന്നത്തുണിക്ക് വേണ്ടിയാണ്. ഇനി നമ്മൾ ആ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മുടെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം 7.5 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്നൊരു 1/4 ഇഞ്ച് കുറച്ചുകൊണ്ട് 7.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ, ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കും. കണ്ടോ, അല്പം വൈഡ് കിട്ടുവാൻ വേണ്ടി ഇതുപോലെ അല്പം ഒരു പോയിന്റ് പുറത്തേക്ക് വരഞ്ഞുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കഴുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് തുടങ്ങുന്നു. കേട്ടോ, നമ്മളിതിൽ കട്ട് ചെയ്താണ്. ഈ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. കേട്ടോ, ഇതുപോലെ ഇവിടെ ഒരു 1/4 ഇഞ്ച് ഇറക്കിയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു തോൾ വശത്ത്. നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി തന്നെ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇത് നമ്മുടെ അളവ് മാർക്കിംഗ് ഇതാണ്. ബാക്കി വരുന്ന 1.25 ഇഞ്ച് നമ്മുടെ എക്സ്ട്രാ ഭാഗമാണ്. ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മുടെ പീസിനെ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ കണ്ടോ, ഈ ഒരു കരഭാഗത്ത് നമ്മുടെ ഷോൾഡറും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു തോൾ വശവും ഇതുപോലെ ടച്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് നല്ല ക്രോസോട് കൂടി കട്ട് ചെയ്തെടുക്കാൻ കഴിയും. നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് സ്കെയിലിനെ നേരെ ഇതുപോലെ കുത്തനെ വെക്കുക. നമ്മൾ കഴുത്തകലം മാർക്ക് ചെയ്ത് നമ്മൾ 2.5 ഇഞ്ചാണ്. 1/4 ഇഞ്ച് ഇപ്പോൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 2.25. ആ 2.25 നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. നമ്മൾ ഇവിടെയൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ നേരെ ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നു. ഇവിടെ താവിൽ 1.5 ഇഞ്ച് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ 2 മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു 3/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 3/4 ഇഞ്ച് നമ്മുടെ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി വെച്ചിട്ടുള്ള 3/4 ഇഞ്ചാണ്. ഇവിടെയാണ് നമ്മുടെ ബാക്ക് ഡാർട്സ് വരുന്നത്. ഈ ഒരു ഡാർട്സിൻ്റെ നീളം നമ്മൾ വെക്കുന്നത് 4.25 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഈ ഒരു മാർക്കിൽ നിന്ന് നമുക്ക് ഡാർട്സിലേക്കുള്ള അകലം 4 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു മാർക്കിൽ നമ്മൾ 3/4 ഇഞ്ച് കുറച്ച് പറ്റുള്ള ആ ഒരു മാർക്കിൽ നിന്ന് മെയിൻ ടെക്കിൻ്റെ വീതിക്ക് വേണ്ടി 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. കേട്ടോ, 2.5 ഇഞ്ച് മെയിൻ ടെക്കിൻ്റെ വീതിക്ക് വേണ്ടി. ഇനി ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക. ഇനി നമ്മൾ നമ്മുടെ ബാൻഡിന് വേണ്ടി നമ്മൾ 4 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെയും 4 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു.
ഇനി നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമ്മൾ ഈ ഒരു അരയിഞ്ച് വിട്ടതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 6.25 ഇഞ്ചാണ്. അപ്പോൾ നമ്മളൊരു 1/4 ഇഞ്ച് കുറച്ചുകൊണ്ട് 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരുന്നു. നമ്മുടെ ഫ്രണ്ട് കഴുത്തിനും ബാക്ക് കഴുത്തിനും നമ്മളൊരു 1/4 ഇഞ്ച് കുറച്ചിട്ടാണ് ഇറക്കം മാർക്ക് ചെയ്ത്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു അളവ് കറക്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിന് വേണ്ടിയുള്ള മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് എടുക്കുകയാണ്. കേട്ടോ, ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്യുന്നു. ഇതുപോലെ കറക്റ്റ് മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഷോൾഡർ ഭാഗവും അതുപോലെ തന്നെ കറക്റ്റ് കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ ഈ തോൾ വശമൊക്കെ നമ്മൾ ബാക്ക് പീസിന് എങ്ങനെയാണോ കട്ട് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ നമ്മുടെ ഈ ഫ്രണ്ട് പീസിനും ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് കട്ടിങ് തുടങ്ങി നമ്മൾ ഈ ഒരു ഭാഗം വരെ മാത്രം കട്ട് ചെയ്ത് നിർത്തുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ബാക്ക് പീസിന് ഇവിടെ നിന്ന് എടുത്ത് മാറ്റുന്നു. ഇനി നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാണ്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു അരയിഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. മുകളിൽ നിന്നും ഒരു അരയിഞ്ച്. എന്നിട്ട് നമ്മുടെ ടേപ്പിനെ ഇതുപോലെ നേരെ കുത്തനെ പിടിക്കുക. നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം വരുന്നത് 10 ഇഞ്ചിലാണ്. 10 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇവിടെയും ഇതുപോലെ മാർക്ക് ചെയ്തുകൊണ്ട് നേരെ ഇങ്ങനെ വരയുന്നു. കണ്ടോ, ഇതുപോലെ നേരെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഇവിടെയാണ് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ പോയിന്റ് വരുന്നത്. നമ്മൾ 4 ഇഞ്ച് ബാൻഡിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 3.5 ഇഞ്ച് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ 4 ഇഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മാർക്കുകളെ ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ കണ്ടോ ഇങ്ങനെ വരഞ്ഞെടുക്കുന്നു. കണ്ടോ, ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ബാൻഡിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമുക്ക് ഈ ഒരു ബാൻഡ് കണ്ടു, ഇത് നമുക്ക് ക്രോസിലാണുള്ളത്. അതിന് നമുക്ക് നേരെയുള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു പീസ് കണ്ടോ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു നേരെയുള്ള പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഭാഗം നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം വരുന്ന സൈഡ് ഭാഗം കരവശമാണിത്. ഇതുപോലെ വെച്ച് കറക്റ്റ് കട്ട് ചെയ്യുന്നു. ഇവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 1/4 ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് തീരെ തയ്ക്കുവാൻ വേണ്ടിയുള്ള 1/4 ഇഞ്ചാണ്. ഇനി നമ്മൾ നമ്മുടെ ഇടുപ്പളവിൻ്റെ 4 ഭാഗം 33ൻ്റെ 4 8.25 മാർക്ക് ചെയ്യുന്നു. ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ തുണി മാർക്ക് ചെയ്തതിനു ശേഷം ഇതുപോലെ മുകളിലേക്ക് ക്രോസിൽ വരഞ്ഞുകൊണ്ട് ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കും. കണ്ടോ, അപ്പോൾ നമ്മുടെ ബാൻഡ് മാർക്ക് ചെയ്തിട്ടുള്ള അതേ അളവിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാൻഡിനെ ഇതുപോലെ വെക്കുന്നു. നമ്മുടെ ഇത് സൈഡ് വശം, ഇത് ഫ്രണ്ട് വശം, നമ്മുടെ തീരെ തയ്ക്കുന്ന ഭാഗം. ഈ ഒരു തീരെ തയ്ക്കുന്ന ഭാഗത്ത് നിന്ന് താവിൽ നിന്നൊരു 1/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തുകൊണ്ട് ഇതുപോലൊരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. ഈ നമ്മുടെ ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ മെയിൻ ടെക്കിൻ്റെ വീതിയാണ് മാർക്ക് ചെയ്യേണ്ടത്. 2.5 ഇഞ്ചാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തേക്കും അതിന് നേർപകുതി 1.25 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വീതി 2.5 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ അത് 1.25 ഇഞ്ച് വീതം മാർക്ക് ചെയ്യുന്നു. കേട്ടോ, ഇവിടെ ഇങ്ങനെയാണ് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വീതി വരുന്നത്. ഇതുപോലെയാണ് കേട്ടോ, ഇങ്ങനെ നമ്മൾ എത്രയാണോ ടെക്കിൻ്റെ വീതി കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നേർപകുതിയാണ് 2 ഭാഗത്തേക്കും മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെയും നമ്മളൊരു 3/4 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കണ്ടോ ഇതുപോലെ വരിക. ഈ ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നതാണ്. ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ എത്രയാണോ ടെക്കിൻ്റെ വീതി 2 ഭാഗത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ ഭാഗത്തേക്കാണ് നമ്മളിതിങ്ങനെ ലൈന് കൊടുക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ സെൻറ്റർ ഡാർട്സ് വരുന്നത് ഇവിടെയാണ്. കണ്ടോ, ഇവിടെയാണ്, ഇങ്ങനെയാണ് സെൻറ്റർ ഡാർട്സ് വരുന്നത്. ഈ ഒരു ഡാർട്സിൻ്റെ നീളം നമ്മൾ മാർക്ക് ചെയ്യുന്നത് 3 ഇഞ്ചാണ്. കണ്ടോ, 3 ഇഞ്ച്. ഇനി നമ്മൾ ഈ ഒരു ഡാർട്സുകൾ തമ്മിലുള്ള അകലം നമ്മൾ കൊടുത്തിരിക്കുന്നത് 1.25 ഇഞ്ചാണ്. നമ്മൾ ഈ ഒരു ഡാർട്സുകൾ തമ്മിലുള്ള അകലം നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഈ ഒരു മെയിൻ ടെക്കും സെൻട്രൽ ഡാർട്സും തമ്മിലുള്ള അകലം. ഇനി നമ്മൾ ഇവിടെ നിന്ന് കഴുത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലൊരു പീസ് കഴുത്തിൻ്റെ ഭാഗത്തു നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ, ഇങ്ങനെ. ഇനി നമ്മൾ നമ്മുടെ മുകളിൽ നിന്ന് നമ്മുടെ ഷോൾഡർ ഭാഗത്തു നിന്ന് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു 1.25 ഇഞ്ച് ഇറക്കി മറിഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലൊരു പീസ് കണ്ടോ ഇങ്ങനെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. കണ്ടോ, നമ്മുടെ ഫ്രണ്ട് കൈക്കുഴിയുടെ കണ്ടോ ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു കൂടുതൽ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് കണ്ടോ ഇവിടെ ഒരു 1/2 ഇഞ്ച് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തെ ടെക്ക് ഇവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ ടെക്ക് വരുന്നത്. ഈ ഒരു ടെക്ക് നമ്മുടെ തോൾ വശത്ത് വരുന്ന ടെക്കാണ്. ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇനി നമ്മൾ ഈ ഒരു ടെക്ക് നമ്മുടെ
ഈ ഒരു തോൾ വശത്ത് വരുന്ന ടക്കും നമ്മുടെ സെൻട്രൽ ഡാർട്സും തമ്മിലുള്ള അകലം നമ്മൾ മാർക്ക് ചെയ്യുന്നത് 1.25 ഇഞ്ചിലാണ്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ടക്കും നമ്മുടെ തോൾ വശത്ത് വരുന്ന ടക്കും തമ്മിലുള്ള അകലവും നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് 1.25 ഇഞ്ചിൽ തന്നെയാണ്. കണ്ടോ? ഇതുപോലെ ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തോൾ വശത്തും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക. കണ്ടോ? ഇതുപോലെ മാർക്കിംഗ് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമ്മൾ ഇതുപോലെ തുണിയെ നേരെ ഇതുപോലെ പകുതിയായി മടക്കി വെക്കുന്നു. വീണ്ടും നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുക. കേട്ടോ? ഇതുപോലെ മടക്കിയെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കും. 1/2 ഇഞ്ച് വിട്ടുകൊണ്ടൊരു മാർക്ക് ചെയ്ത് നമ്മുടെ കൈയുടെ താവ് മടക്കി ലൈനിങ് തയ്ക്കുവാനുള്ള തുന്നത്തുണിയാണ്. നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ചാണ്. ഒരു 1/2 ഇഞ്ച് കൂട്ടി 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന തുന്നത്തുണിക്ക് വേണ്ടിയാണ് 1/2 ഇഞ്ച്. ഇനി നമ്മുടെ കൈയുടെ തോൾ വശത്ത് വരുന്ന ആ ലൂസ് മാർക്ക് നമ്മുടെ ചെസ്റ്റ് അളവിനനുസരിച്ചാണ്. അത് നമ്മുടെ ചെസ്റ്റ് അളവ് 36 ഇഞ്ചാണ്. അതിൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് കുറക്കുന്നു. നമുക്ക് 33.5 ഇഞ്ച് കിട്ടും. 33യുടെ 4 8.25 പോയിന്റും അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടി 8.5 പോയിന്റിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മളൊരു 3.5 ഇഞ്ച് കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ കണ്ടോ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. കണ്ടോ? ഇതുപോലെ ഇങ്ങനെ വരഞ്ഞെടുക്കുക. ഇനി നമ്മുടെ കൈയുടെ താവിലുള്ള ലൂസ് 11 ഇഞ്ചാണ്. അപ്പോൾ നേർപകുതി ഇതുപോലെ 5.5 ഇഞ്ച് നേർപകുതി 11 നേർപകുതി 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നി. ഇനി ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് അല്പം മുകളിലേക്ക് ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക. കേട്ടോ? ഇനി നമ്മുടെ ഈ ഒരു അളവ് കണ്ടോ, ഇത് നമ്മുടെ ബോഡിയിൽ നിന്ന് കണ്ടെത്തുന്നതാണ്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നത് ബാക്ക് പീസാണ്. ഇത് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന തുന്നത്തുണിക്ക് വേണ്ടി 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു 1/2 ഇഞ്ച് കണ്ടോ, നമ്മളത് മുകളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഈ റഗാളിനെ കൈയുടെ മാർക്കിംഗ് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കറക്റ്റ് പിടിച്ചു കൊണ്ടുവന്നാൽ കണ്ടോ നമ്മുടെ ആ ഒരു തോൾ വശത്ത് വരുന്ന മാർക്കിംഗ് കൈയുടെ മാർക്കിംഗ് കണ്ടോ കറക്റ്റായി കിട്ടിയത്. നമ്മൾ ഈ ഒരു ഭാഗം കണ്ടോ അല്പം ഇതുപോലെ തള്ളി നിൽക്കുന്നുണ്ടോ. ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ടിങ് തുടങ്ങിയാണ്. കണ്ടോ? ഇവിടെ ഇങ്ങനെ സ്ലീവ് ആദ്യം നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ? ഇതുപോലെ മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ സ്ലീവിനെ നേരെ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഇവിടെ നിന്ന് കൈയുടെ ആ ഒരു മാർക്കിൽ നിന്ന് 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ സെൻറ്ററിൽ നിന്നും 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഒരു പീസ് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ? ഇങ്ങനെയാണ്. കണ്ടോ? ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇതുപോലെ കണ്ടോ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും